ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി സർവ്വജനത്തിൻ്റെയും മഹാസന്തോഷമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന രക്ഷകനെ എങ്ങനെയാണ് കന്യക മറിയാം എന്ന പുൽക്കൂട് ഏറ്റുവാങ്ങി സൂക്ഷിച്ചത്, എങ്ങനെയാണ് അവൾ വളർത്തിയത്, ഇതിനെയെല്ലാം നാം 24 ദിവസം ഓർത്തെടുത്തു. ആ നല്ല നാളുകളിലൂടെയാണ് നാം കടന്നുപോയത്. തിരുപ്പിറവി ഇതാ സമാഗതമായി. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ ശീതരാവിൽ പറന്ന പൊന്നുണ്ണിയെ വരവേൽക്കുവാൻ ഒരിക്കൽ കൂടി ക്രൈസ്തവ സമൂഹം ഒരുങ്ങിയിരിക്കുകയാണല്ലോ. അപ്പത്തിൻ്റെ നാടായ ബേത്ലഹേമിലേക്ക് ഇറങ്ങി വന്ന ശിശുവിനെ നമുക്കും വരവേൽക്കാം. കാലാകാലങ്ങളായി സത്രത്തിൻ്റെ ഉടമസ്ഥനെ നാം ആ പൈതലിന് ജനിക്കുവാൻ സ്ഥലം കൊടുത്തില്ല എന്ന പേരിൽ അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ, ദൈവം നമുക്ക് ആയുസ് തന്ന് ആരോഗ്യം തന്ന് പോറ്റിപ്പുലർത്തിയത് ഈ വർഷം ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാൻ ഉതകുന്ന പുൽക്കൂടായി നമ്മെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയാണ്. എല്ലാ പിറവികൾക്ക് പിന്നിലും വലിയ ഒരു നോമ്പുമുണ്ട്. ഒരു കുഞ്ഞിനെ അമ്മ ജന്മം നൽകുന്നതിന് മുമ്പുള്ള 9 മാസക്കാലം അവൾക്ക് ഇഷ്ടമുള്ള ചിലതിനോടൊക്കെ അവൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ക്രമങ്ങളോട്, ചില ജീവിതചര്യകളോട്, ഭക്ഷണത്തോട് ഒക്കെ അവൾ വേണ്ട എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെ ജന്മത്തിന് വേണ്ടി 9 മാസക്കാലം ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളത്രയും നാം യഥാർത്ഥ രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളാകുന്ന പുൽക്കൂടിനെ നാം ഒരുക്കി കഴിഞ്ഞു. ചിലതിനോടൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് ചില പ്രാർത്ഥനകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ നാളുകൾ നമ്മളാകുന്ന പുൽക്കൂടിനെ ഭംഗിയായി അണിയിച്ചൊരുക്കി. മണ്ണിൽ എത്ര ഉണ്ണി പിറന്നാലും മനസ്സിലെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ഓരോ ക്രിസ്തുമസും വ്യർത്ഥമായി പോകും. ദൈവം നമ്മെ കാത്തു പരിപാലിച്ച് പുൽക്കൂട് പോലെ ഒരുക്കി വച്ചിരിക്കുന്നത് ഈ വർഷം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു പിറക്കുവാനാണ്. ക്രിസ്തുവിനെ, സത്യമാകുന്ന ക്രിസ്തുവിനെ, നീതിയാകുന്ന ക്രിസ്തുവിനെ, നന്മയാകുന്ന ക്രിസ്തുവിനെ, പ്രകാശമാകുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ജനിപ്പിക്കുവാൻ ഈ നോമ്പുകാലം അത്രയും സഹായകമാരമായി എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മുടെ ഉള്ളിൽ പിറക്കുന്ന ഒരു ക്രിസ്തുമസ് എല്ലാവർക്കും ആശംസിക്കുന്നു.